ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരു സാക്ഷിയാക്കുവാനായിട്ട് എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് സിബി ജോർജ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൂമല ഇടവകാംഗമാണ്. ഇതെൻ്റെ മകൾ ഏഞ്ചൽ സിബി കാനഡയിൽ പഠിക്കുകയും അതിനുശേഷം ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇതെൻ്റെ മകളുടെ ഭർത്താവ് വിൻസ്റ്റൺ ചുങ്കത്ത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ നാട്ടുകാരായിട്ടുള്ള കൃപാസനത്തിൽ വന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നേടുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം ചേച്ചിമാർ കൃപാസനം പത്രം കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ ഞാൻ അലസമായി മറിച്ച് നോക്കി അത് അവരെ നിരുത്സാഹപ്പെടുത്താതെ വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ള അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാറുമില്ല. പക്ഷേ ഞാൻ ഒരു സാധാരണ ഒരു ആവറേജ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു രീതിയിൽ പോകുന്ന ഒരാളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിവുണ്ടെങ്കിലും ഞാൻ അതത്ര മൈൻഡ് ചെയ്യാറില്ല. സാധാരണ കേരളത്തിൽ നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ പോലെ തന്നെ ഒരു സ്ഥാപനം, അതിൽ കവിഞ്ഞ് കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനോ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അതാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു വീഴ്ച. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരു ആമുഖം എന്ന പോലെ ഞാൻ പറയാം. ഇത് എൻ്റെ മോൾ ഏഞ്ചൽ സിബി. ഇവൾ 10ാം ക്ലാസ് മുതൽ എല്ലാ വിഷയങ്ങൾക്കും നന്നായി പഠിക്കുകയും +2-നും നല്ല മാർക്ക് വാങ്ങിക്കുകയും അതുവഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം അവൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് കാനഡയിൽ പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അതിനായിട്ട് അവൾ കാര്യമായി ഒരു ഒരുക്കവും നടത്താതെ IELTS എക്സാം എഴുതി ഫസ്റ്റ് ചാൻസ് തന്നെ അവൾക്ക് ആവശ്യമായ സ്കോറും കിട്ടി. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കോൺഫിഡൻസ് ഒരു ഓവർ കോൺഫിഡൻസ് ആകുകയും നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെ കഴിവുകൊണ്ടാണ് നടക്കണമെന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയിലൂടെ ഞാൻ ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അതേപോലെ തന്നെ കാനഡയ്ക്കുള്ള വിസ പ്രോസസ്സിങ്ങൊക്കെ ഇവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല കുട്ടികളും പല ആവൃത്തി ചെയ്തിട്ടും അവർക്ക് നടക്കാൻ ഒരുപാട് തടസ്സങ്ങൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇവൾ അതും ഫസ്റ്റ് ചാൻസ് തന്നെ അതും കിട്ടി. അപ്പോൾ നമ്മൾക്ക് സന്തോഷം ഇരട്ടിക്കുകയും അതുവഴി നമ്മളൊരു യാന്ത്രിക ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ നിർഭാഗ്യവശാൽ കാനഡയിലെത്തിയതിന് ശേഷം അവളുടെ അനുഭവങ്ങൾ തികച്ചും നിരാശാജനകമായിരുന്നു. അവൾക്ക് അവിടെ സാധാരണ ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ പാർട്ട് ടൈം ജോലി കിട്ടും, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവർക്ക് തുടർന്ന് പഠിക്കുകയും അവർക്ക് അതിനുള്ള ജീവിത മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് എല്ലാവരും വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മകളുടെ അനുഭവത്തിലുണ്ടായത് 1.5 വർഷമായിട്ടും അവൾക്കൊരു പാർട്ട് ടൈം ജോലി അവിടെ കിട്ടില്ലെന്ന് മാത്രമല്ല GSC അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവായി. അതിനുശേഷം മാസം തോറും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഓരോ മാസവും ചിലവിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അവസരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ സാധാരണ റൂട്ടിലുള്ള പ്രാർത്ഥനയും ജീവിതചര്യകളും കൊണ്ട് എൻ്റെ മക്കളും കുടുംബവും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു തോന്നലുണ്ടായി. അപ്പോൾ പോലും എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുണ്ടെങ്കിലും കൃപാസനത്തിലൊരു ഉടമ്പടി എടുക്കുക എന്നുള്ള ഒരു ചിന്തയിലൊന്നും അല്ല ഞാൻ ഇവിടേക്ക് വന്നത്. കൃപാസനത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പോവുക, സാധാരണ ആൾക്കാർ പറഞ്ഞ പോലെ കൃപാസനത്തിൽ എന്താ നടക്കണമെന്നുള്ള അറിയാനുള്ളൊരാഗ്രഹവും അതുവഴി ഒന്ന് പ്രാർത്ഥിച്ച് പോവുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും ട്രെയിൻ കയറി ആലുവ വരെ നിന്ന് അതിനുശേഷം ബസ്സിലും എനിക്ക് സീറ്റ് കിട്ടാതെ ഇവിടെ വന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കടന്നു. കൃപാസനത്തിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉൾവിടി ഉണ്ടായി. നീ ഇവിടെ വന്നൊന്നും കണ്ടിട്ട് പോകുമൊന്നും വേണ്ട, നീ ഉടമ്പടി എടുത്തിട്ട് അങ്ങോട്ട് പൊക്കോന്നുള്ള ആരോ എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ എനിക്കുണ്ടായി. ഞാൻ അപ്പോൾ 11 മണിക്ക് 5 മിനിറ്റ് സമയമുള്ളപ്പോഴാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഓടി തന്നെ പോയിട്ട് ഇവിടെ വന്ന് ഒരു പ്രേക്ഷിതയോട് ചോദിച്ചു, ഉടമ്പടി എടുക്കുന്ന കൗണ്ടർ എവിടെയെന്ന് വെച്ചാൽ. അപ്പം സമയം എന്തേ കഴിയുമ്പോൾ വേഗം ഓടിക്കോ, 100 രൂപ കയ്യിലെടുത്തിട്ട് ആദ്യം ചെല്ലുന്നവർക്ക് ഒരു ടോക്കൺ കൂടെ ഉള്ളൂ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ വേഗം ചെന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടോക്കണായിട്ട് എനിക്ക് ആ ടോക്കൺ കിട്ടി. 11 മണിക്കുള്ള ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കയറുകയും ചെയ്തു. അങ്ങനെ അന്ന് ഉടമ്പടി എടുക്കാനും സാധിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതി എനിക്ക് ഓടി. ഇനി ഞാൻ ഈ ഉടമ്പടിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന അത്ര രീതിയിൽ ഈ ഉടമ്പടിയിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നേറണം. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ നിയോഗങ്ങൾ
അത് ഒരു സൈഡിൽ കിടക്കട്ടെ. പക്ഷേ ഞാനൊരു ശരാശരി ക്രിസ്ത്യാനിയിൽ നിന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറി തുടർന്നുള്ള ജീവിതം അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹം എനിക്കുണ്ടായി. അതുവഴി ഞാൻ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ള എൻ്റെ ആ ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ഞാൻ മുന്നേറാൻ തുടങ്ങി. ഞാൻ രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ ഭാര്യ എന്നോടൊപ്പം എഴുന്നേൽക്കും, അപ്പച്ചനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയിട്ട് കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുർബാന സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു ആദ്യം ഞങ്ങൾ കുമ്പസാരത്തിൽ പങ്കെടുത്തിരുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും. പിന്നീട് അത് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെന്നുള്ള അത് ഏറെക്കുറെയൊക്കെ നടന്നിട്ടുണ്ട്. മുഴുവനായിട്ട് നടന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. അപ്പോൾ എനിക്കുണ്ടായുള്ള അനുഭവം പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്ത് 44-ാം ദിവസം എൻ്റെ മോൾക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോലി അവൾ പോലും പ്രതീക്ഷിക്കാതെ ആരോ വിളിച്ചു കൊടുത്ത പോലെ കിട്ടി. അതിലുള്ള അതീവ സന്തോഷവതിയായിരുന്നു. അങ്ങനെ ആ പാർട്ട് ടൈം ജോലിയും അവൾ തുടർന്ന് പഠിത്തവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവൾ അവിടെ കാനഡയിൽ 2 വർഷം പഠിക്കാൻ പോയത് 2 കോഴ്സ് എടുത്തിട്ടാണ്. ഇവിടെ പഠിച്ച B.Pharm പാസ്സായി പോയ ആൾ അവിടെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 1 ഇയർ എടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ 2 വർഷം പഠിക്കുക എന്നുള്ള രീതിയിൽ ആ കോളേജിൽ തന്നെ കിട്ടിയ ഒരു കോഴ്സും എടുത്തു. പക്ഷേ ഈ 2ാമത്തെ കോഴ്സ് പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾ അറിയണത് ഫസ്റ്റ് ഇയറിൽ ലാബ് എക്സാമിന് 2% മാർക്ക് കുറവായതിൻ്റെ പേരിൽ ഇവളുടെ റിസൾട്ട് അവിടെ വിത്ത്ഹെൽഡാണ്. അപ്പോൾ ഇവൾക്ക് ആ കോഴ്സ് പഠിച്ചതിൻ്റെ യാതൊരു ഗുണവുമില്ല. ഇവൾ 2ാമത്തെ അത് കഴിഞ്ഞ് കോളേജിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് അതിന് വീണ്ടും റീഅപ്പിയർ ചെയ്യാനുള്ള അവസരവും കഴിഞ്ഞു. ഇനി 2ാമത്തെ കോഴ്സിൻ്റെ ബേസിൽ 1 വർഷം അവിടെ പഠിക്കാം, അത് കഴിഞ്ഞ് 1 വർഷം സ്റ്റേ ബാക്കും കിട്ടും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളും എല്ലാ സ്ഥാനത്തായി. അപ്പോൾ ആ സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഇവളുടെ ഈ വിഷയം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി നിന്നു. ഒരുപാട് നേരം ബുദ്ധിമുട്ടിയിട്ടാണ് അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. ഞാൻ ഈ അൾത്താരയിൽ വന്നു. അച്ഛൻ്റെ അടുത്ത് ഈ ഫയലുകളെല്ലാം സമർപ്പിച്ചു. സാധാരണ അച്ഛൻ അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാറില്ല. അച്ഛൻ അത് മേടിച്ച് നോക്കും, പ്രാർത്ഥിക്കും, ബ്ലെസ് ചെയ്യും, തിരിച്ച് ആൾക്കാരെ ഉടനെ കണ്ടു. പക്ഷേ ഇത് എൻ്റെ ഫയൽ കിട്ടിയ വെച്ചാൽ അച്ഛൻ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, മോളവിടെ എന്താ പഠിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അച്ഛൻ പഠിക്കണേന്ന് പറഞ്ഞു. പിന്നെ അച്ഛനൊന്നും മിണ്ടിയില്ല. അച്ഛൻ വേഗം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അൾത്താരയിൽ കൊണ്ടുപോയിട്ട് ആ ഫയലുകൾ മുട്ടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനൊരു കാശ് രൂപ എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവൾ വീണ്ടും കോളേജിൽ ചെന്ന് കോളേജ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ട്യൂട്ടർ ഇൻചാർജിനെ പോയി കാണുക. ഇനി അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ കോഴ്സ് ഇനി ആ കോളേജ് തുടരുന്നില്ല. രണ്ടാമതൊന്ന് റീഅപ്പിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ ആ കോളേജുകാർ ട്യൂട്ടർ ഇൻചാർജിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്നൊരു റിക്കവറി പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. അതിന് അതിൻ്റെതായ ഫീസുകൾ അടച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു ലാസ്റ്റ് ചാൻസ് അല്ലേ, ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ റിക്കവറി പ്ലാനിൽ അവൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ആ എക്സാമിൽ ഫസ്റ്റ് ചാൻസ് തന്നെ അവൾക്ക് പാസ്സാകാനും സാധിച്ചു. അങ്ങനെ ആ ഫസ്റ്റ് കോഴ്സും 2ാമത്തെ കോഴ്സും ഒപ്പം അവൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ല റിസൾട്ടോട് കൂടിയിട്ട് അവൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം അവൾക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ജോലി കിട്ടുകയും ചെയ്തു. അതേക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മോൾ പറയുന്നതായിരിക്കും. കൂടാതെ എനിക്ക് 2ാമതായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഞാൻ ഈ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തേനും തൈലവും എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും അതുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളത്. 24 വർഷമായിട്ട് ഞങ്ങളൊരു വസ്തു വാങ്ങിച്ചത് പോക്കുവരവ് നടത്താതെ സാങ്കേതിക തടസ്സത്തിൽ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. 24 വർഷമായിട്ട് പോക്കുവരവ് നടത്താത്തൊരു വസ്തു പോക്കുവരവ് നടത്താമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന് ഒരുപാട് നൂലമാലകളുണ്ട്. അപ്പോൾ ഞാൻ ഒരാളോട് എന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു നടക്കുമെന്ന് തോന്നണില്ല, നീ ഒരു കാര്യം ചെയ്യ്, കുടിക്കട സർട്ടിഫിക്കറ്റും അതൊക്കെ എടുത്തിട്ട് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയിട്ട് അതുവരെയുള്ള കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഈ ഫയലുകളെല്ലാം എടുത്തിട്ട് ഞാൻ ഈ വിശ്വാസപ്രമാണം ചൊല്ലി ഈ മാതാവിൻ്റെ ഉപ്പ് ആ ഫയലുകളിലും വിതറി കുറച്ച് ഉപ്പ് ഞാൻ കയ്യിലും കരുതി നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നു. വില്ലേജ് ഓഫീസിൻ്റെ എൻട്രൻസിൽ അത് വിതറിക്കൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ പുതിയൊരു ഓഫീസറാണ്.
ആൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇന്നതാ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ സാറെ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളത് മേടിച്ച് നോക്കി, ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്ന് തന്നെ ആ കാര്യം നടന്നു. അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെന്ന് അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീവ്രമായിട്ട് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് 25 വർഷമായിട്ട് സ്ഥിരം മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആ ശീലം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ ഉടമ്പടിയിലായിട്ട് 6ാമത്തെ തവണയാണ് ഇപ്പം ഞാൻ പുതുക്കണം. ഈ സമയത്ത് മുഴുവൻ തുടർച്ചയായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്. ഇന്ന് വരെ ഞാൻ ആ ഒരു ദുശീലത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് എനിക്ക് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമുണ്ട്. നിസ്സാര കാര്യം വരെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എൻ്റെ ആ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഓൾമോസ്റ്റ് ഒരു 90% മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. അതിലും മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ മകൻ IT ഫീൽഡിൽ ജോലി ചെയ്യുമായിരുന്നു. അവന് വേണ്ടിയിട്ട് അവൻ 4 വർഷം ഒരു കമ്പനിയിൽ അടുപ്പിച്ച് ജോലി ചെയ്തെങ്കിലും അവന് സാലറി വളരെ കുറവായിരുന്നു. അപ്പം ഞാനത് ഒരു 3ാമത്തെ നിയോഗമായിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഒരു പുതുക്കലിൽ അതിന് ശേഷം അവന് പുതിയൊരു കമ്പനിയിൽ നിലവിലുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി സാലറിയിൽ മാതാവ് അവന് ജോലി കൊടുത്ത് അവനെ ഉയർത്തുകയും ചെയ്തു. അത് സാമ്പത്തികമായിട്ടും അല്ല മാനസികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക ഒരു കൃപയാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ 2 സഹോദരങ്ങൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അത് നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനകളിലും അതിൻ്റേതായ രീതിയിലുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ സന്തോഷമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പാടില്ലാത്ത ആണോ പറയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് ഞാനത് രേഖപ്പെടുത്തുന്നു. ഇനി തുടർന്ന് ബാക്കി എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഓഗസ്റ്റിലാണ് കാനഡയിലേക്ക് പോണത്. പോകുന്ന സമയം എല്ലാ കുട്ടികളെയും പോലെ എൻ്റെയും പ്രതീക്ഷ അവിടെ ചെല്ലാം, ഒരു പാർട്ട് ടൈം ജോലി പഠിക്കുന്നതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തി, അവിടുത്തെ അവസ്ഥകളെല്ലാം കുറേ വ്യത്യാസമായിരുന്നു. ഞാൻ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ പേര് ഒഷാവയായിരുന്നു. പക്ഷെ അവിടെ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് അതെൻ്റെ മാനസികമായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ആക്കി. പഠിക്കാൻ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എക്സാംസും കാര്യങ്ങളും വരും. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം പോവും. പക്ഷെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ജോലി ശരിയാവും എന്നുള്ള രീതിയിൽ എന്നും പോകാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും എനിക്കിങ്ങനെ ഒരു കൃപാസനം ഉണ്ടെന്നോ മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഒരു നിരാശയിലേക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അപ്പയും അമ്മയും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവർ പോയിരുന്നു, ഉടമ്പടി എടുത്തിരുന്നു, ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ഞാൻ പതുക്കെ അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അത് പരമാവധി ഞാൻ റെസ്യൂമെയും കാര്യങ്ങളൊക്കെ അയക്കാനും എല്ലാം ചെയ്തു. ഇൻ്റർവ്യൂ വരും, ഞാൻ പോവും, പക്ഷേ ഒന്നും സെലക്ട് ആവില്ല. അങ്ങനെ ഞാനതെല്ലാം ഉപേക്ഷിച്ചു. ആ രീതികളൊക്കെ മാറ്റി ഇനി ഞാൻ പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും തീരുമാനിച്ചാൽ തന്നെ ജോലിയുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മനസ്സ് ആ ഒരു രീതിയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയും ഇതിനെപ്പറ്റി പറയുന്നത്. അങ്ങനെ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളും ഉടമ്പടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഓൺലൈനായിട്ട് വിദേശത്തുള്ളവർക്ക് എടുക്കാൻ പറ്റും, നീ അങ്ങനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൺലൈൻ സൈറ്റുകൾ എനിക്ക് കിട്ടുമായിരുന്നു. അതിൽ കയറി ഞാനത് എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ നിയോഗവും പ്രാർത്ഥനകളൊക്കെ നോക്കി. പക്ഷേ അപ്പോഴേ എനിക്ക് അത് മുഴുവനായിട്ട് ചെയ്യാനോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നോ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് ഏകദേശം എനിക്ക് ഒരു രൂപം കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പയും അമ്മയും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങി. ഞാൻ അമ്മയും അപ്പയും പറയുന്നത് അനുസരിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പിന്നെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവും ചൊവ്വാഴ്ച ദിവസത്തിലുള്ള ധ്യാനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം അമ്മ പറയും, നീ മറ്റു കുട്ടികളൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ തന്നെയായിരിക്കും റൂമിൽ.
അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ വിഷമം തോന്നും. എന്താ ചെയ്യുക, ഇങ്ങനെ ഒറ്റയ്ക്കായല്ലോ. മാത്രമല്ല നമ്മൾ തമ്മിൽ ഞങ്ങളും വീട്ടിലേക്കാണെങ്കിലും ഒരുപാട് സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പകൽ നടക്കുകയാണെങ്കിൽ പിന്നെ രാത്രിയിലായിരിക്കും വീട്ടിലേക്ക് പറയും, അതിനെപ്പറ്റി സംസാരവും കാര്യങ്ങളൊക്കെ വരാം. അതുവരെ ഒരു തനിച്ചൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു നിരാശയായിരുന്നു കുറേ കാലം. അപ്പം നന്നായി കരയും, ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ഭാവി, ആകുലതകളും കൂടുതലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സമാധാനം കിട്ടും. എന്താ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഒരു പ്രത്യാശയും പ്രതീക്ഷയൊക്കെ കിട്ടുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഇരുന്ന് കേൾക്കാനും, പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ നിരന്തരം കേൾക്കാൻ തുടങ്ങി. വേറൊന്നും ഞാൻ കേൾക്കില്ല. മറ്റേ ഞാൻ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റാൻ തുടങ്ങി. ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഓരോരുത്തർ പറയുന്നതും, എന്നെപ്പോലെ തന്നെ സ്റ്റുഡൻസായി പോയിട്ട് പ്രശ്നങ്ങളായവരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തരും, അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അതിന് കേൾക്കുന്നതോറും എനിക്ക് ഇതിന് വിശ്വാസം കൂടാനും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ നേരം ചെലവഴിക്കാനും മാതാവിൻ്റെ അടുത്ത് സംസാരിക്കാനും, മാതാവ് എൻ്റെ അമ്മയെപ്പോലെ തന്നെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ചില സമയത്ത് ഞാനിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ചില രാത്രികളൊന്നും എനിക്ക് ഉറക്കേ വരില്ല. എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഉറങ്ങില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും, നീ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുമെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ മാതാവ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അമ്മ എൻ്റെ അടുത്തില്ല, പക്ഷെ എൻ്റെ മാതാവ് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ശരിക്കും മാതാവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ അങ്ങനെ എൻ്റെ അമ്മ നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ മോൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ഉടമ്പടി അപ്പയും അമ്മയും എടുത്തു, ഞാൻ ഓൺലൈനായിട്ടും എടുത്തു. ഒരു 44 ദിവസമായപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഒരു ഫാർമസിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷെ അത് കുറേ ദൂരെയായിരുന്നു ആ ഫാർമസി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ജോലിയും കാര്യങ്ങളും, അതൊരു പാർട്ട് ടൈം ജോലിയായിരുന്നു. പക്ഷേ ആർക്കും അങ്ങനെ അവരവരുടെ പ്രൊഫഷനിൽ തന്നെ കിട്ടുന്നത് കുറവായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് മാതാവ് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എക്സാംസിൻ്റെ കാര്യങ്ങളും തിരക്കായി. നമുക്ക് ഒരു കൊല്ലം ആവാറായി, അതിൻ്റെ എക്സാംസ് കാര്യങ്ങളും പാസ്സാവേണ്ട ഒരു ടൈമായി. ആ ടൈമിൽ ഞാൻ സാധാരണ പോലെ തന്നെ എക്സാംസിന് പോയി, പ്രാക്ടിക്കലിനും തിയറിക്കൊക്കെ പോയി. പ്രാക്ടിക്കലൊക്കെ പാസ്സായി. പക്ഷേ തിയറിയുടെ എക്സാമിന് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ 2% ലോസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോഴ്സ് സെറ്റ് ചെയ്തിരുന്നത് 3 സെമസ്റ്റേഴ്സിൻ്റെ കോഴ്സായിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ്, സാധാരണ ഒരു 8 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 4 മന്തിൻ്റെ ഇൻറ്റേൺഷിപ്പും കൂടെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയി, ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെയിൽ വന്നു എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2% ലോസ് എനിക്കൊരു എക്സാമിൻ്റെ തിയറി പേപ്പറിന് ഉണ്ടെന്നോ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ അത് റിയലൈസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇൻറ്റേൺഷിപ്പിന് വിട്ടു. ഞാൻ 3-4 മാസത്തെ ഇൻറ്റേൺഷിപ്പും ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ സാധാരണ നമുക്ക് ഗ്രാജുവേഷൻ്റെ ഒരു ഡേറ്റ് വരേണ്ടതാണ്. പക്ഷേ എൻ്റെ മെയിലിലേക്ക് അത് വരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച മിക്ക കുട്ടികൾക്ക് അത് വന്നു. അങ്ങനെ ഞാനത് എന്താ എനിക്ക് മാത്രം വരാത്തതെന്ന് അന്വേഷിച്ച് ഓഫീസിൽ ചെന്നപ്പോൾ അപ്പോഴാണ് അവരും പറയണത് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇങ്ങനൊരു 2% ലോസ് ഒരു സബ്ജക്റ്റിനുണ്ട്, അതിൻ്റെ കോർഡിനേറ്റർ വിചാരിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അപ്പം ഞാനാകെ ഭയങ്കര ഡെസ്പറേറ്റായി, എന്ത് ചെയ്യും, എന്താ വഴി എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ കോഴ്സ് ഇപ്പോഴുണ്ട്, ഈ കോഴ്സ് ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസായ സെമസ്റ്ററിൽ കയറിയിട്ട് എക്സാംസ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാം, വഴിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഓക്കെ ആക്കി. പക്ഷേ അപ്പോഴും നമ്മൾ പിന്നെയും ഫീസ് പേ ചെയ്യണം, സാമ്പത്തികമായിട്ടായിട്ട് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ കുറേ സ്ട്രഗിൾ പിന്നെയും വന്നു. അങ്ങനെ ഞാൻ ഓക്കെ, അത് വലിയ പ്രശ്നം അല്ല, ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താക്കും, കാരണം ഇത്തിരി സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ എക്സാംസും കാര്യങ്ങളും.
പ്രാക്ടിക്കലാണെങ്കിലും സ്ട്രിക്റ്റാണ്, തിയറി ആണെങ്കിലും സ്ട്രിക്റ്റാണ്. മാം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു രക്ഷയുമില്ല. അത് കഴിഞ്ഞ് ഞാൻ അതേപോലെ തന്നെ പിന്നെയും കോഴ്സ് ആ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു, എക്സാംസിന് പിന്നെയും പോയി. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം തിയറി ഞാൻ പാസ്സായി, പ്രാക്ടിക്കൽ എനിക്ക് ടഫായി. പ്രാക്ടിക്കൽ ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അതൊട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എക്സാംസ് വരെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്ക് കിട്ടിയൊരു റിസൾട്ട്. അത് എനിക്ക് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഫെയിലാവുക ചെയ്തത്. ആ സബ്ജക്റ്റ് പിന്നെയും ഫെയിലായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. നമ്മളിങ്ങനെ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നു, എക്സാംസ് ഇങ്ങനെ 2 തവണയായി ഫെയിലാവുന്നു. എനിക്കൊരു രൂപമില്ല. ആ സമയത്തും ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എന്താ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ഇപ്രാവശ്യം ഞാൻ ഫെയിലായല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെ എല്ലാം പൂർണ്ണമായിട്ടും ഈശോയ്ക്കും മാതാവിനും വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഇനി എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നും നടക്കാനില്ല, ഈശോയുടെ മാതാവിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തോട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കും, പിന്നെയും പഠിക്കും. പക്ഷേ എനിക്കൊരു ഹോപ്പില്ല. ഇനി ഈ കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി പഠിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമുള്ളൂ. അപ്പോഴും ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇനി തൊട്ട് ഈ കോഴ്സ് അവർ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ. ഇനി എന്ത് ചെയ്യും? ഈ കോഴ്സ് പാസ്സാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യുക, എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അഡ്വൈസറിനെ കാണാൻ പറഞ്ഞു. എൻ്റെ കൂടെ 1-2 കുട്ടികൾക്കും കൂടെ ഇതുപോലൊരു പ്രശ്നം പറ്റി. 2ാമത് കോഴ്സ് എനിക്ക് ശേഷം വന്ന ബാച്ചിലെ 2 കുട്ടികൾക്കും. അപ്പോൾ അവരും ഈ ഒരു സ്ട്രഗിൾ നേരിടുന്നുണ്ട്, ഇനി ഈ കോഴ്സ് കോളേജിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റും എന്നുള്ളൊരിതായി ഞങ്ങളങ്ങനെ ചെന്ന് കണ്ടു. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല, എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്ന്. അങ്ങനെ ചെന്ന് അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു കോഴ്സ് ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്യാം, അത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എന്ന് പറഞ്ഞു. 2025 ഓഗസ്റ്റിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ കോഴ്സ് അത്രയും കാലം ഉണ്ടായിരുന്ന ആ സ്ട്രിക്റ്റ് ആയിരുന്ന പ്രൊഫസറെ തന്നെ മാതാവ് മാറ്റി. അതിന് പകരം ഞങ്ങൾക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാറ് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എക്സാംസും കാര്യങ്ങളും നടത്തി. ഞാൻ എൻ്റെ ഒരു മെറിറ്റ് കൊണ്ട് തന്നെ, എൻ്റെ ഒരു മെറിറ്റിൽ ഒന്നുമല്ല ഞാൻ പാസ്സായത്, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാംസും കാര്യങ്ങളും ആ കോഴ്സ് തന്നെ പാസ്സാവണത്. അതിന് ഞാൻ ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അതിന് ശേഷമാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാതാവ് കാണിച്ചു തന്നത് പോലെയായി. അപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളിലെല്ലാം ഇനി തൊട്ട് ഇനി ഒന്നും എൻ്റെ ഒരു ഇതിൽ ചെയ്യില്ല, എൻ്റെ ഒരു കഴിവ് കൊണ്ട് നടക്കും എന്നുള്ള എൻ്റെ ആ തോന്നലേ പോയി. ഇനി എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും അതെല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് മാത്രമായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ എല്ലാ കുട്ടികൾക്കും പിന്നെ ഒരുപാട് എക്സാംസും ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടാണ്, അവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ജോലിയിലേക്കൊക്കെ എത്തുക. എൻ്റെ കേസിൽ ഈശോ മാതാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത്രയും കാലം എനിക്ക് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന ഞാൻ പിന്നെ എനിക്ക് പിന്നെയും ഒരു ലിങ്ക്ഡിനിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചുള്ളൂ. ഒരു ഫാംസസിൻ്റെ ഒരു പ്രൊഫൈൽ വരുമായിരുന്നു, അവർക്ക് ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ സീഷെൽഡ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ കാണുകയാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അവരെന്നെ ഇൻ്റർവ്യൂ നടത്തി. അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു. കോഴ്സ് കഴിയുന്നേക്കാളും മുന്നേ തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ജോലി കിട്ടുന്നത് കുറേ ദൂരെ ഒരു സ്ഥലത്താണ്. ഞാൻ നിൽക്കുന്നത് ഒണ്ടാരിയയിലാണ്, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോവിൻസിലാണ്. അതൊരു 4-5 മണിക്കൂർ പോകണം. അത് കഴിഞ്ഞിട്ടും പിന്നെയും വാങ്കോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് 60 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഫാർമസി ഉണ്ടായിരുന്നത്. എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു പരിചയമില്ലാത്ത നാട്, പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പോയില്ലെങ്കിൽ പിന്നെ അതൊരു അത് മാത്രമേ എനിക്കൊരു മാർഗം ദൈവം കാണിച്ചു തരുന്നുള്ളൂ.
അത് പക്ഷെ എനിക്കൊരു പോസിറ്റീവ് ഫീലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത ആളോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഈശോയും മാതാവ് എൻ്റെ കൂടെ വരും, കടലും കാര്യങ്ങളൊക്കെ കടന്നു വേണം പോകാൻ. അപ്പം ഞാൻ ഈശോയുണ്ട്, എൻ്റെ മാതാവുണ്ട് എൻ്റെ കൂടെ, ആ ഒരു ധൈര്യം മാത്രം വെച്ചിട്ട് അത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവുമായിരുന്നു. പക്ഷെ പോകുന്ന വഴികളിലെല്ലാം എനിക്ക് തനിച്ചാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. എപ്പോഴും ഈശോ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും തോന്നുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ അവിടെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തി, ആ സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. കുറേ മാസങ്ങളോളം ഞാൻ ജോലി ചെയ്യാൻ, അത്രയും കാലം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാനവിടെ ചെന്നു ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് അവിടുത്തെ ആൾക്കാരും ഞാനും നമ്മൾ പരിചയമുള്ള പോലെയായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് പോകാനും യാത്ര ചെയ്യാനും എല്ലാം അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അവർ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാൾ അവിടെ വന്ന് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു. അവർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇന്ത്യയിൽ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് മറ്റ് മതസ്ഥരായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇങ്ങനെയുണ്ട്, മാതാവുണ്ട്. ഞാൻ മാതാവിൻ്റെ രൂപമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു പള്ളിയിൽ പോകുമ്പോഴൊക്കെ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇത് ഏത് മാതാവാ, എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് രീതിയിൽ അവർക്ക് നമ്മുടെ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരോട് എനിക്ക് അവരുടെ അവസ്ഥകളും ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവും, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഡിന്നറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ പേഷ്യൻസായിട്ട് വരുന്ന ആളുകളോടും ഞാൻ സംസാരിക്കുമായിരുന്നു. അവർക്കിതൊക്കെ അറിയാൻ ഒരുപാട് എന്തൂസിയാസം ഉണ്ട്. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കും, എന്നെ എന്തിനാണ് ഇത്രയും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് മാതാവ് എന്നെ ഒരു ഉപകരണം മാത്രം ആക്കുമായിരുന്നു. എന്നെ യൂസ് ചെയ്തിട്ട് മാതാവ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് പല സമയത്തും തോന്നിയിരുന്നു. പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഈവൻ എൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ പോലും ഞാൻ അവിടെ ഒണ്ടാരിയോയിലുള്ളതിനേക്കാൾ കൂടുതൽ ഹാപ്പി ആയിട്ട് ഈശോ എന്നെ അവിടെ പരിപാലിച്ചിരുന്നു, മാതാവും പരിപാലിച്ചിരുന്നു. പിന്നെ അതുപോലെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ 2 വർഷമായിട്ട് എനിക്ക് മാരേജിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മീൻസ് മാരേജ് പ്രപ്പോസൽസൊക്കെ വരും, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരാളെ കിട്ടാത്തൊരു സ്ട്രഗിൾ ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാരേജിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മനസ്സിനിണങ്ങിയ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ വിവാഹ തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നേക്കാൾ കൂടുതൽ ആ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ പാരൻസ് ആയിരുന്നു. ഞാൻ അപ്പയും അമ്മയും പറയുമ്പോൾ ഞാൻ ഇവർക്കും വിഷമം ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും, ശരിയാവും, ഇത്രയും ഈശോയും മാതാവ് നടത്തി തന്നല്ലോ, സമയമാവുമ്പോൾ ഈ മാതാവ് തന്നെ തരും എന്നുള്ള വിശ്വാസം ഞാൻ ഇവരെ കൂടുതൽ ശക്തിപ്പെടുത്തുമായിരുന്നു ആ സമയത്തെല്ലാം. അങ്ങനെ ഇരിക്കെ ഞാൻ മെയ് മാസത്തിൽ വണക്കമാസമായപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം ഞാൻ കൊന്ത ചെല്ലാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണെങ്കിലും കൂടുതൽ നേരം ലൈവായിട്ടുള്ള കൊന്തയൊക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വിൻസെൻ്റ് പ്രപ്പോസൽ വരുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം. ഈ വിവാഹം വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ മുൻപുണ്ടായിട്ടുള്ള വിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് സത്യം പറഞ്ഞ 2 വർഷമായിട്ട് ആണെങ്കിൽ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ ഒരു വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു വിവാഹാലോചന വേണമെന്ന് നമുക്ക് വളരെ ഒരു വാശി പോലെ ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഈ മെയ് മാസം 7-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ 2ാം നിയോഗമായിട്ട് ഈ ആവശ്യം അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ ഈ 7-ാം തീയതിക്ക് മുമ്പ് 5-ാം തീയതി തന്നെ ഈ പ്രപ്പോസൽ വിൻസെൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് തീരുമാനിച്ചു, എന്തായാലും മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മെയ് മാസ വണക്കത്തിൽ നിയോഗം സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രൊസീഡ് ചെയ്യാനായിട്ട് പിന്നെ തിരിച്ചു വിളിച്ചതും
അങ്ങനെ ആ കാര്യങ്ങൾ വളരെ അതിവേഗത്തിൽ 1 മാസം കൊണ്ട് കല്യാണാലോചന നടക്കുകയും ഈ ജൂൺ മാസം 20-ാം തീയതി മനസ്സമ്മതവും ഈ ജൂൺ മാസം 28-ാം തീയതി കല്യാണവും നടത്തി മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. അതുമാത്രമല്ല സന്തോഷം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു അമ്മയുടെ മകനെ, ഒരു സഹോദരിയുടെ ആങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസ തീക്ഷ്ണതയും തീവ്രതയുള്ള ഇടവകപ്പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആണ് ഞങ്ങൾക്ക് ആ വിവാഹത്തിന് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് പ്രത്യേകിച്ച് മാതാവിന് നന്ദിയും ഈശോയ്ക്ക് നന്ദിയും സമർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഒരു ശരാശരി ക്രിസ്ത്യാനിയായ ഞാൻ പള്ളിയിൽ പോകണു, കുർബാന സ്വീകരിക്കണം, കൂദാശ സ്വീകരിക്കണം എന്നുള്ളതാണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഭൂരിഭാഗവും ഞാൻ അക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും മെഡിക്കൽ കോളേജ് അതുപോലെയുള്ള ആസ്പത്രികളിലും കോളനികൾ അങ്ങനെയായിട്ടുള്ള താഴെക്കടയിലുള്ള ആൾക്കാർ കൃപാസനത്തെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ പത്ര വിതരണം നടത്തിയിരുന്നു. അതേപോലെ തന്നെ 8ഓളം ആളുകളെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ 6 പേരും അക്രൈസ്തവരായിട്ടുള്ള ആളുകളായിരുന്നു, ബാക്കിയുള്ള ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പള്ളിയിലെ കാര്യങ്ങളിൽ ഒന്നുകൂടെ മുൻപന്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഞാൻ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ കൈക്കാരനായിരുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ കേന്ദ്ര സമിതിയുടെ കൺവീനറായിട്ട് മാതാവ് എന്നെ ഉയർത്തി എന്നെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള സേവനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള അവസരം തരികയും ചെയ്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഞങ്ങളുടെ പരിസരത്ത് കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും അവരെ ആസ്പത്രികളിൽ ഡയാലിസിസിന് കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സാമ്പത്തികമായിട്ട് സമയം കൊണ്ടും എൻ്റെ ശാരീരികമായിട്ടുള്ള സേവനം കൊണ്ടും അവരെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കും. ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോവുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും കുർബാന സ്വീകരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കുമ്പസാരിക്കുകയും കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെ ഇരിക്കുകയും രാവിലെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും അപ്പച്ചനും ഉണരുന്നത്. അതിനുശേഷം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അരമണിക്കൂർ ബൈബിൾ വായനയും ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം മാക്സിമം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ലൈവായിട്ട് കാണും. അതിന് പറ്റാത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ നിന്ന് ആ ആഴ്ച തന്നെ മുടങ്ങാതെ അതും കാണുന്നു. ഇത്രയുമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ കൃപാസനം മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഉടമ്പടി ജീവിതത്തിലെ ഒരു ഫോളോ അപ്പ് നടത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. അവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അവരത് നന്ദിയോടെ സന്തോഷത്തോടുകൂടിയും പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ ഉപസംഹരിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3 വചനമാണ്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ഉടമ്പടി നിബന്ധന തന്നെ ഏറ്റവും വലിയ കാര്യം നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിക്കുവാനുമാണ് സാധിക്കുന്നത്. ഈ മകളുടെ കാര്യം നോക്കുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികൾ വരുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയും അച്ഛൻ്റെയും അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലുള്ള ആ പ്രാർത്ഥനയാണ്. അമ്മയും അച്ഛനും കൂടെ രാത്രിയിലുള്ള പ്രാർത്ഥനകളിൽ മകൾക്ക് ശക്തി പകർന്നു കൊടുക്കുകയാണ്. യശയ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-31 വചനം പറയുന്ന പോലെ, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയോടെ വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കാരണം അവരെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധ കൃപാസനം അമ്മയാണ്. അവരെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ആ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും
അനുഭവിച്ചറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സിബി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.